അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നെന്താ വെച്ചാൽ ഇന്നിപ്പോൾ കർക്കിടക മാസത്തിൽ കർക്കിടകം 12 ആയാലോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉച്ചയൂണാണ് ഇന്നിപ്പോൾ കർക്കിടക മാസത്തിലെ 12-ാം തീയതിക്ക്. അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ചേർത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. അപ്പോൾ എന്താ വെച്ചാലും നമുക്ക് ഇന്ന് കർക്കിടക മാസം 12-ാം തീയതി ആയതുകൊണ്ട് നമുക്ക് അമ്മേൻ്റെ രാമായണ വായന അതൊന്ന് കേൾക്കാം. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി എന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോദിച്ചി സീതയെ കാണായികയാൽ തന്ന ധൈര്യേണ വനാമാർഗെ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു തത്വത്തെ കാണായി വന്നു. തൽക്ഷണമേവം രാമചന്ദ്രനു മരു ചെയ്താൽ വട്ടതീവദനവും യോജനാഭാവുക്കളും രക്ഷുരാദികൾ പിന്നെന്തൊരു സത്വമിതം. ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം പക്ഷിക്കും ഇപ്പോഴിവെന്നമ്മയെന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലത്തയും ചിത്രം ചിത്രം വട്ടത്തി വക്രം കാലും തലയുമിലതാനും രക്ഷസു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടില്ല നിരൂപിച്ചാൽ തൽപുജ മധ്യസ്ഥന്മാരായതു കുമാരാനാം കൽപ്പിതം ദാതാവിനാനന്ദന്നാൽ അതും വരും. രാഘവനേവം പറഞ്ഞിരുന്നോരനന്തര മാകുലാമകന്നൊരു ലക്ഷ്മണാനുര ചെയ്താൽ പോലും വ്യാകുലഭാവാമെന്തിനീ വിചാരിപ്പ ഓരോരോ കരം ഛേദിക്കണം നാം ഇരുവരും. തക്ഷണം ഛേദിച്ചിതു ദക്ഷിണാഭുജൻ രാമൻ ലക്ഷ്മണൻ വാമാകരം ലഭിച്ചാനതു നേരം രക്ഷോവീരനും മതിവു കണ്ട് വിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരാൽ ഇഭുവനത്തിൽ ആരുമുണ്ടായിരുതിൻ കീഴിൽ അത്ഭുതകാരന്മാരാ നിങ്ങളാരിരുവരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിരുന്നേ ഞാനും. ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തെന്നു നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരംഗബന്ധവാക്യങ്ങൾ കേട്ടൊരു പുരുഷോത്തമൻ ചിരിച്ചുടൻ ഉത്തരമരു ചെയ്തു. കേട്ടാലും ദശരഥനാം അയോധ്യാധിപതി ജേഷ്ഠനന്ദനഹം രാമനെന്നല്ലോ നാമം. സോദരൻ ഇവൻ മമ ലക്ഷ്മണനെന്നു നാമം. സീതയെന്നുണ്ടൊരു മമ ഭാര്യയായൊരു നാരി. പോയതു ഞങ്ങൾ നായാട്ടിനു നേരാമതി മായാവീന് ചാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൻ. കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെയതി ഭീഷണാവേഷത്തോടും പാണികൾ കൊണ്ടു തവ വേഷിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചിരിനിൻ കരങ്ങളും. ആരടോ വികൃതരൂപം ധരിച്ചൊരു ഭവാൻ നേരോടെ പറഞ്ഞെന്നു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മന പറഞ്ഞിരിനാൻ കബന്ധനും നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം നിന്തിരുവടി തന്നെ മുന്നിലമ്മാറു കാണായി വന്നൊരു നിമിത്തമായി ദിവ്യമായിരിപ്പോരു ഗന്ധർവനഹം രൂപം യൗവനതർപ്പിതനായി സഞ്ചരിച്ചിടും കാലം. സുന്ദരി ജനമനോധൈര്യവും ഹനിച്ചതി സുന്ദരനായൊരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അട്ടവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചിതു ദുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ളൊരു നീ രാക്ഷസനായി പോകുന്ന ദുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ. സാക്ഷാത്തി നാരായണൻ തൻ തിരുവടി തന്നെ മോക്ഷനന്ദശരഥ പുതനായി സേതായുഗേ വന്നവതരിച്ചു നിൻ ഭാവം കേളറുക്കുമ്പോൾ വന്നിടുമല്ലോ ശാപ മോക്ഷവും നിനക്കടോ. നമ്മളെ പപ്പായ, തക്കാളി, ഇത് തേങ്ങ അരച്ച കറി, അതാണ്. പിന്നെ നമുക്ക് പകുതി മതി. ഈ ഒരു പകുതി മതി കറിക്ക്.
നമ്മൾ ഈ ഒരു ചെറിയ ചട്ടിയിലാണ് ഉണ്ടാക്കേണ്ടത്. ഇത് വരുന്നുണ്ടല്ലേ. ഇതാണ് ഇന്ന് നമ്മളെ 50% തവിടോട് കൂടിയ അരി. നമ്മളെ അരി കണ്ടില്ലേ. അപ്പോൾ നമ്മൾ കറി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചോറ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വെക്കുള്ളൂ. എനിക്കുള്ളത് അമ്മയ്ക്കുള്ളത് പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ളൊരു കറി, നമ്മുടെ ഒരു നാടൻ സാധാരണ കറി, പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ നല്ല. അപ്പോൾ നമുക്ക് ഇനി ഇന്നിട്ട് വറുത്തിടാം. അപ്പം ഇങ്ങോട്ട് പറിച്ചുകൊണ്ടെന്നാണിത് നമ്മൾ ആ മരത്തുമ്പന്ന്. ചിലതൊക്കെ പഴുത്തിട്ടുണ്ട്. ആ പഴുത്തത് ചമ്മന്തി അരക്കെടുക്കാം. ചമ്മന്തി അരക്കാനുള്ളത് തുടങ്ങാം. അപ്പോൾ നമ്മളെ ചമ്മന്തി അതിവിടെ റെഡിയായി. ഇന്നിപ്പോൾ ഇതാ നമ്മളെ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള കറി ഉച്ചയൂണാണ്. എനിക്ക് ഞാൻ ഉണ്ടാക്കിയ ചോറ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും. നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.